എല്ലാവർക്കും വിദ്യാസാറിന്റെ +2 കൊമേഴ്സ് ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റഡീസിലെ 3rd ചാപ്റ്ററായ ബിസിനസ് എൻവയോൺമെന്റ് എന്ന ചാപ്റ്ററിലെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് വരെയാണ് പഠിച്ചു നിർത്തിയത്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് എക്കണോമിക് എൻവയോൺമെന്റ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലുള്ള പുതിയ സാമ്പത്തിക നയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു, ഏതൊക്കെയാണ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പഠിച്ചു. പൊളിറ്റിക്കൽ, ലീഗൽ, ടെക്നോളജിക്കൽ അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസീസ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം. എക്കണോമിക് ഇൻ ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് വേരിയസ് മൈക്രോ ലെവൽ ഫാക്ടേഴ്സ് റിലേറ്റിംഗ് ടു പ്രൊഡക്ഷൻ ആൻഡ് വെൽത്ത് ഓഫ് ഇന്ത്യ. അതായത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇന്ത്യയിൽ ഒരു 1991 ശേഷമാണ് പുതിയ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവന്നത്. അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആൻഡ് എന്ത് ചെയ്യുന്നു, ബിഫോർ 1991 അതിന് മുമ്പ് വരെ എന്ത് ചെയ്യുന്നില്ല, സാമ്പത്തിക പുതിയ മാറ്റങ്ങളൊന്നും വലുതായിട്ട് കൊണ്ടുവന്നിട്ടില്ല. കാരണം ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പം ഈ 1991 ശേഷമാണ് ഇന്ത്യ എന്ത് ചെയ്തത്, പുതിയ സാമ്പത്തിക നയങ്ങൾ കൊണ്ടുവന്ന് തുടങ്ങി. അപ്പോൾ നിരവധി ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഇമ്പാക്ട് ഓഫ് ബിസിനസ് ഇൻഡസ്ട്രി ആഫ്റ്റർ ഇംപ്ലിമെന്റിംഗ് ന്യൂ എക്കണോമിക് പോളിസി? അതായത് എന്ത് ചെയ്യുന്നു, ന്യൂ എക്കണോമിക് പോളിസി ഇന്ത്യയിൽ വന്നതിന് ശേഷമുള്ള എന്തൊക്കെയാണ് മാറ്റങ്ങൾ, അതായത് ഓവറോൾ എങ്ങനെയാണ് നമ്മുടെ സാമ്പത്തിക രംഗം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. സ്റ്റേജ് ഓഫ് എക്കണോമിക് പോളിസീസ് ഇൻ ഇന്ത്യ, അതായത് എന്താണ് രാജ്യത്തിന്റെ സാമ്പത്തിക പരമായിട്ടുള്ള ഓരോ ഘട്ടങ്ങൾ. അതായത് ചെയ്യുന്നു, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ 1991 ശേഷമാണ് ഇന്ത്യ പുതുതായിട്ട് എന്ത് ചെയ്തത്, എക്കണോമിക് പോളിസീസ് കൊണ്ടുവന്നത്. അപ്പൊ അതിന് മുമ്പ് വരെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ ഇന്ത്യയിലുള്ള കമ്പനീസിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബേസ് ഇതെല്ലാം വളരെ കുറവായിരുന്നു. ആഫ്റ്റർ 1991 ശേഷമാണ് എന്ത് ചെയ്ത് പുതിയ ഒരുപാട് മാറ്റങ്ങൾ വരികയും നമ്മുടെ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജ് വരെ എത്തുകയും ചെയ്തത്. ഇന്ത്യ ഡെവലപ്ഡ് അല്ലാത്തൊരു കൺട്രിയിൽ നിന്ന് ഡെവലപ്പിംഗിലോട്ട് പോകാനായിട്ട് ഈ ഒരു പുത്തൻ അല്ലെങ്കിൽ ന്യൂ എക്കണോമിക് പോളിസീസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഘട്ടത്തിലും പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. The economic structure in between the mixed companies, that is private and public limited companies. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ട്. അപ്പം ഈ രണ്ട് കമ്പനിയുടെ ആവശ്യകത, അപ്പം ഏതാണ് കൂടുതൽ വേണ്ടത്, ഏതാണ് കുറവ് വേണ്ടത്, അതിന് രണ്ടും കൂടെ ഉള്ളതാണോ അനുയോജ്യം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ ഒരു സാമ്പത്തിക നയം വന്നതിന് ശേഷമാണ് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഒരു മിക്സഡ് രീതിയിലുള്ള ഒരു കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മിക്സഡ് രീതിയിലുള്ള വളർച്ച വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ഫാക്ടേഴ്സും കൂടിയേ തീരും. സോ ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി ഹാവിംഗ് മിക്സഡ് ഇൻഡസ്ട്രീസ്, ഒരു മിക്സഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് അത്യാവശ്യമാണ്. പറഞ്ഞ മനസ്സിലായോ? എക്കണോമിക് പോളിസീസ് ഓഫ് ദി ഗവൺമെന്റ് ഇൻക്ലൂഡ് മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ്. ഇപ്പൊ നമ്മുടെ എക്കണോമി ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പുതുതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റും അതുപോലെ എന്ത് ചെയ്യുന്നു, ഫിസിക്കൽ പോളിസീസും അതുപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ എക്കണോമിക് ആയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ കൺട്രി ഡെവലപ്പിംഗ് ആവുകയുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു കൺട്രിയിൽ പുതിയ സാമ്പത്തിക നയം കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയുള്ള ഈ ഷെയർസും ഇൻവെസ്റ്റ്മെന്റും ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ട്രാൻസാക്ഷൻ, ബാങ്കിങ്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, വളരെയധികം ഇംപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് പോളിസി ഡേ ബൈ ഡേ പുതിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുകയുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? നെക്സ്റ്റ് നോക്കിയാണ് എക്കണോമിക് പ്ലാനിങ്, ലൈക്ക് ബഡ്ജറ്റ്, 5 year പ്ലാൻസ്. ഒരു പുതിയ ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആ ഇയറിൽ നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബേസ് എങ്ങനെയായിരിക്കണം, അതായത് അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ബഡ്ജറ്റിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരു വർഷം അവസാനിക്കുന്ന തൊട്ട് മുമ്പായിരിക്കും ബഡ്ജറ്റ് കൂടുന്നത്. അതായത് പുതിയ വർഷം നമുക്ക് ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം, വാട്ട് ആർ ദ ചേഞ്ചസ് ആർ ടു ബി ഡൺ നെക്സ്റ്റ് ഇയർ, പുതിയ വർഷം എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം, അതുപോലെ ഫിനാൻഷ്യൽ ആയിട്ട് എന്തൊക്കെ പുതിയ ടെക്നോളജീസ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി തയ്യാറാക്കി മാത്രമേ വരും വർഷങ്ങളിലും വളരെ നല്ല രീതിയിൽ, അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് പോവുകയുള്ളൂ. സോ 5 year പ്ലാൻസ്, അതായത് അടുത്ത 5 വർഷം നമ്മുടെ ഇന്ത്യ എങ്ങനെയായിരിക്കണം, ഏതെല്ലാം രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഹൈയിൽ എത്തുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, ബഡ്ജറ്റിലൂടെയും 5 year പ്ലാൻസിലൂടെ കൂടെയും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. So budget and 5 year plans are very important to
ഒരു എക്കണോമിക് എൻവയോൺമെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഈ പറഞ്ഞ എക്കണോമി ആനുവൽ ബഡ്ജറ്റും അതുപോലെ 5 ഇയർ പ്ലാൻസും ഒക്കെ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എക്കണോമിക്കലി ഇംപ്രൂവിംഗ് ലൈക്ക് ബാങ്കിങ് ഗ്രോത്ത്, GDP ഗ്രോത്ത് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഷെയർസ്, സേവിങ്സ്, ട്രാൻസാക്ഷൻസ്, ബാങ്കിങ് പരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ മാത്രമേ വരും ഇയേഴ്സിൽ നമ്മുടെ എന്ത് ചെയ്യുള്ളൂ എക്കണോമിക് പോളിസീസ് ചേഞ്ച് ഉണ്ടായി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? സോ വി ആർ കോൺസെൻട്രേറ്റിംഗ് അബൌട്ട് ദീസ് ഫാക്ടേഴ്സ് ലൈക്ക് ബാങ്കിങ്, ഇൻവെസ്റ്റ്മെന്റ്, GDP, സേവിങ്സ് ആൻഡ് അതർ റിലേറ്റഡ് വർക്ക്സ്. ഇറ്റ് വിൽ ഇംപ്രൂവിംഗ് ദി ന്യൂ എക്കണോമിക് പോളിസീസ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇന്ത്യ. നമ്മുടെ കൺട്രി ഡെവലപ്പ് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം ഈ ഫാക്ടേഴ്സ് എല്ലാം ശ്രദ്ധിച്ച് മാത്രമേ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ എക്കണോമിക് നമ്മുടെ കൺട്രി സാമ്പത്തികമായിട്ട് മുന്നിലെത്തുകയുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ലൈക്ക് ബാങ്കിങ്, അതുപോലെ എന്ത് ചെയ്യുന്നു ഇൻഷുറൻസ് സെക്ടേഴ്സ്, അതർ റിലേറ്റഡ് കമ്പനീസ്, ഈ ഫാക്ടേഴ്സ് എല്ലാം കൂടി തന്നെ ഇംപ്രൂവ് ചെയ്യണം. കാരണം ഇഫ് എ ഫോറിൻ കമ്പനീസ് എന്ററിംഗ് ടു അവർ മാർക്കറ്റ് ഹാവ് ടു ട്രാൻസ്ഫർ ദ മണി ടു അനദർ കൺട്രി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാങ്കിങ് വളരെ ഫാസ്റ്റ് ആക്കി മാത്രമേ നമുക്ക് ഈ എമൗണ്ട് ഒക്കെ നമുക്ക് പെട്ടെന്ന് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിനും ഒക്കെ സാധിക്കത്തുള്ളൂ. ഇതെല്ലാം വളരെ സ്ലോ ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെ വിചാരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റ് ഈസ് വെരി ബാഡ് ആൻഡ് ദേ ഹാവ് ടു ചേഞ്ച് അവർ മാർക്കറ്റ് ടു അനദർ കൺട്രി. അപ്പൊ അതിന് വേഗം ചെയ്യൂ നമുക്ക് വേറെ കൺട്രിയിലേക്ക് പോകാം, ഈ കൺട്രിയിൽ പറ്റത്തില്ല, ഇവിടുത്തെ ബാങ്കിങ് ഒന്നും സ്പീഡല്ല എന്നുള്ളത്. സോ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു വളരെ നല്ല രീതിയിൽ നമ്മുടെ ഗ്രോത്ത് ഇംപ്രൂവ് ആവുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? So our country have to concentrating these changes and we have to adapt new things. അപ്പം എന്ത് ചെയ്യണം നമ്മുടെ പുതിയ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സാമ്പത്തിക നയം വളരെ രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം ഇത്രയും ഫാക്ടേഴ്സ് എല്ലാം നമ്മുടെ ഗവൺമെന്റ് കൺട്രോൾഡ് ആയിരിക്കണം. ഈ ഇങ്ങനെയുള്ള കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഇന്ത്യയും എന്ത് ചെയ്യുള്ളൂ മുൻനിര രാജ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുകയുള്ളൂ. അതുപോലെ എന്ത് ചെയ്യുന്നു പുതിയ ഫോറിൻ കമ്പനീസ് നമ്മുടെ എന്ത് ചെയ്തു ഇന്ത്യയിൽ എൻട്രി ചെയ്യത്തുള്ളൂ. അതുപോലെ നമ്മുടെ ഇതിലുള്ള കമ്പനീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ, പല രാജ്യങ്ങളിലോട്ട് പോകത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോയെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? അടുത്ത് നോക്കിയാണ് അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ സാമ്പത്തിക രംഗം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നോക്കാത്. 1947 തൊട്ട് നമ്മുടെ 1981 ഇടയിലുള്ള സമയത്ത് നമ്മുടെ സാമ്പത്തിക രംഗം എങ്ങനെയാണ്, ഏതൊക്കെ കാര്യങ്ങളിലാണ് ജനങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം ഐഡന്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യങ്ങളിലും നമുക്ക് ഗുണം കിട്ടത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായി? അതെങ്ങനെയാണെന്നുള്ള കാര്യം നോക്കിയായിരിക്കണം പുതുതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. നോക്കിയാണ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് in our country, what are the changes are happening there? അതായത് ഇൻഡിപെൻഡൻസ് ശേഷം എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്? ഫസ്റ്റ് പോയിന്റ് നോക്കിയാണ് ഇൻ ഇന്ത്യ ദ പീപ്പിൾസ് ആർ മെയിൻലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ദി അഗ്രികൾച്ചർ സെക്ടർ. ഒരു 70% ആൾക്കാരും കൃഷിയായിരുന്നു മെയിൻ തൊഴിലായിട്ട് വെച്ചിരുന്നത്. എന്താണ് കൃഷി ചെയ്താണ് ജീവിച്ചിരുന്നത്. അപ്പം സാമ്പത്തിക രംഗത്തിൽ ഫസ്റ്റ് മാറ്റം ഉണ്ടാവേണ്ടതാണ് കൃഷി എങ്ങനെയൊക്കെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ചെയ്യാം, പുതിയ ഹൗ ടു ഇംപ്ലിമെന്റ് ന്യൂ ടെക്നോളജീസ് ഇൻ അഗ്രികൾച്ചർ ഫീൽഡ്. സോ ബിക്കോസ് എന്താണ് മെനി പീപ്പിൾസ് ആർ കോൺസെൻട്രേറ്റിംഗ് അബൌട്ട് അഗ്രികൾച്ചർ സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറിലാണ് കൂടുതൽ ആൾക്കാരും കോൺസെൻട്രേറ്റ് ചെയ്തത്. Around 85% of people are lived in village. ഒരു 85% ആൾക്കാരും താമസിക്കുന്നത് വില്ലേജിലാണ്. ബാക്കി ഒരു 50% മാത്രമാണ്, ഒരു 15% മാത്രമാണ് പീപ്പിൾസ് സിറ്റിയിൽ താമസിക്കുന്നത്. സോ പുതിയ സാമ്പത്തിക നയം കൊണ്ടുവരുമ്പോൾ ഈ വില്ലേജിലുള്ള ആൾക്കാർക്കാണ് മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത്. അവിടുത്തെ ചേഞ്ചസ് എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം, അവിടെ നമുക്ക് എങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം എന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ സാമ്പത്തിക രംഗം വളരുന്നതിന്. പറഞ്ഞ മനസ്സിലായോ? സോ വി ആർ കോൺസെൻട്രേറ്റിംഗ് അബൌട്ട് ദാറ്റ് ഫാക്ടേഴ്സ്, ഹൗ ടു ഇംപ്രൂവ് ദാറ്റ് അഗ്രികൾച്ചർ ഫീൽഡ്. സോ അതുപോലെ എന്ത് ചെയ്യുന്നു അവിടുത്തെ ജനങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് പുതിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായോ? Around 70% of people are working in the agriculture sector. അഗ്രികൾച്ചർ സെക്ടറിലാണ് ഒരു 70% പീപ്പിൾസും ജോലി ചെയ്തിരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് അവിടെയാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് പ്രൊഡക്ഷൻസ് ആർ ക്യാരിഡ് ഓൺലി ഇൻ ട്രഡീഷണൽ. അവിടെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഒരു പഴയ രീതിയിലുള്ള പ്രൊഡക്ഷൻ കാര്യങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത്. അതായത് എന്ത് ചെയ്യുന്നു നോർമൽ ആയിട്ടുള്ള രീതിയാണ് കൃഷി ചെയ്ത് അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു അവർ വിളവെടുത്ത് ജീവിക്കുന്നത്. പുതിയ ടെക്നോളജീസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്ത്. So if you are implementing new economic changes, we are focusing only that agriculture sector. ഈ അഗ്രികൾച്ചർ സെക്ടർ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായോ?
കമ്മ്യൂണിക്കേഷൻ ഡിസീസ് ആർ സ്പ്രെഡിങ് വെരി റാപ്പിഡ്ലി. ഒരുപാട് അഗ്രികൾച്ചർ ഫീൽഡിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ കൂടുതലും പകർച്ചവ്യാധികൾ വന്നു തുടങ്ങി. ഈ പകർച്ചവ്യാധികൾ വന്നു തുടങ്ങിയാൽ അത് ഇറ്റ് വിൽ അഫക്റ്റിംഗ് ദ അഗ്രികൾച്ചർ സെക്ടർ. അത് എന്ത് ചെയ്യുന്നു? അഗ്രികൾച്ചർ സെക്ടറെ ബാധിക്കുന്നു. സോ അവിടുത്തെ പ്രൊഡക്ഷനെ അത് ബാധിക്കുന്നു. അപ്പൊ അവിടുത്തെ സാമ്പത്തികമായിട്ട് ആ ഒരു വില്ലേജ് അല്ലെങ്കിൽ ആ ഒരു സിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. സോ അപ്പൊ അത് എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടെ ഗ്രോത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നു. പറഞ്ഞ മനസ്സിലായോ? സോ വി ആർ കോൺസെൻട്രേറ്റിംഗ് അബൌട്ട് ദാറ്റ് ഫാക്ടേഴ്സ്, ഹൗ ടു ഓവർകം ദാറ്റ് ഡിഫിക്കൽട്ടീസ്, എങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ഡിഫിക്കൽട്ടീസ് കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. അതായത് നമ്മുടെ 1947 ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള കാര്യങ്ങളാണ്. അവിടുത്തെ ജനജീവിതത്തെ കുറിച്ചാണ് ആദ്യം പഠിക്കേണ്ടത്. അവരെങ്ങനെയായിരുന്നു, ഇനി അവരെ എങ്ങനെയൊക്കെ നമുക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. എന്താണ് അവിടുത്തെ മെയിൻലി വില്ലേജിലാണ് ആൾക്കാർ കൂടുതൽ താമസിച്ചിരുന്നത്. അവിടെ കൂടുതൽ കൃഷിയാണ് ചെയ്തുകൊണ്ടിരുന്ന. മെയിൻ ആൾക്കാരുടെ വരുമാനം എന്ന് പറയുന്നത് അവിടുത്തെ കൃഷിയാണ്. അതുപോലെ എന്താണ് അവിടെ കമ്മ്യൂണിക്കേഷൻ ഡിസീസ്, പകർച്ചവ്യാധികൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് കൃഷിയെ സാരമായിട്ട് ബാധിക്കുന്നു. അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാം. പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. അതായത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഒരു ന്യൂ എക്കണോമിക് പോളിസി ഒരു ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് കാര്യം പഠിച്ചു. അതുപോലെ ഇത് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക നയം ഉള്ള കാര്യം പഠിച്ചു. ഇനി പറയാൻ പോകുന്ന ഇൻഡിപെൻഡൻസിന് ശേഷം ഉണ്ടായിരുന്ന കാര്യവും പുതിയ സാമ്പത്തിക നയം കൊണ്ടുവരുമ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഹൗ ടു ഡെവലപ്പിംഗ് അവർ പ്ലാൻസ്, എങ്ങനെയൊക്കെ നമ്മുടെ പ്ലാൻസ് ഡെവലപ്പ് ചെയ്യാം. നോക്കിയാണ് ഫസ്റ്റ് പോയിന്റ് നോക്കിയാണ് ഇനിഷ്യേറ്റ് റാപ്പിഡ് ഗ്രോത്ത് ടു റൈസ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരണം. ഇപ്പം നമ്മൾ പറഞ്ഞു കൂടുതൽ ആൾക്കാരും വില്ലേജ് ഫീൽഡിലാണ് താമസിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുന്നു? അവിടുത്തെ സ്റ്റാൻഡേർഡ് ലിവിംഗ് കുറച്ചുകൂടെ നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാം. പറഞ്ഞാൽ മനസ്സിലായോ? സോ യു ഹാവ് ടു ചേഞ്ച് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഫോർ ദാറ്റ് പീപ്പിൾസ്. ആ ഒരു വില്ലേജ് ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് നമുക്ക് ചേഞ്ച്. And also reducing the poverty and unemployment. ഇപ്പൊ തൊഴിലില്ലാതിരിക്കുന്ന ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുക, അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക. നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും തൊഴിലില്ലായ്മയ്ക്ക് ഒരുപാട് സബ്സിഡീസ് കൊടുക്കുന്നുണ്ട്. റേഷൻ കട ത്രൂ എന്ത് ചെയ്യുന്നു? അരി സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. തൊഴിലാത്ത ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതി കൂടുന്നതിന് കാരണമാകുന്നുണ്ട്. സോ യു ഹാവ് ടു ചേഞ്ച് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ദാറ്റ് പീപ്പിൾസ്. ലൈക്ക് എന്ത് ചെയ്യുന്നു? ടു റെഡ്യൂസിംഗ് ദി പ്രോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. എന്ത് ചെയ്യുന്നു? പ്രോവർട്ടി റെഡ്യൂസ് ചെയ്യുക, അതുപോലെ അൺഎംപ്ലോയ്മെന്റ് കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ വി ഹാവ് ടു ഇംപ്ലിമെന്റിംഗ് ന്യൂ എക്കണോമിക് ചേഞ്ചസ്. മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് നോക്കിയാണ് became a self-relevant and get a strong industrial base. അതായത് എന്ത് ചെയ്യുന്നു? ഖന വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പുതിയ പുതിയ നിർമ്മാണ പദ്ധതികൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ഏരിയയിൽ കൂടുതൽ ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ എന്ത് ചെയ്യുന്നു? തിരിച്ച് ഓരോ സ്റ്റെപ്പായിട്ട് അഗ്രികൾച്ചർ തന്നെ എന്ത് ചെയ്യുന്നു? നമുക്ക് പലതായിട്ട് തിരിച്ചിട്ട് അവിടെ ഓരോ പീപ്പിൾസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ജോലി ചെയ്യിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോത്തും അതുപോലെ പ്രൊഡക്ഷനും ഇൻക്രീസ് ആവും. പറഞ്ഞാൽ മനസ്സിലായോ? റെഡ്യൂസ് ദി ഇക്വാലിറ്റീസ് ഓഫ് ഹെൽത്ത് ആൻഡ് മണി. അതെന്ത് ചെയ്യുന്നു? വരുമാനത്തിലും സാമ്പത്തികത്തിലും ഉണ്ടാകുന്ന വിഭിന്നത നമുക്ക് ഒഴിവാക്കണം. നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു? ഈ ഒരു മണിയും വെൽത്തും കൂട്ടിക്കുഴച്ച് പോകല്. അതെന്ത് ചെയ്യുന്നു? എപ്പോഴും രണ്ട് രീതിയിൽ വേണം കൊണ്ടുപോകാനായിട്ട്. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ? നമ്മുടെ സാമ്പത്തിക രംഗം ഇംപ്രൂവ് ചെയ്യത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? അഡാപ്റ്റ് സോഷ്യലിസ്റ്റിക് പാറ്റേൺ ബേസ്ഡ് ഓൺ ദി ഇക്വാലിറ്റി പ്രൊസീജിയർ. മനുഷ്യത്വത്തെ ചൂഷണം ചെയ്യാത്ത രീതിയിലുള്ള വികസനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അതിന് ഒരാൾക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്ന രീതിയിൽ ചെയ്യാതെ എല്ലാവർക്കും പ്രയോജനമായിട്ടുള്ള രീതിയിൽ വേണം ഓരോ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. അഡാപ്റ്റ് സോഷ്യലിസ്റ്റിക് പാറ്റേൺസ് ബേസ്ഡ് ഓൺ ദി ഇക്വാലിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായോ? സോ these are the factors we have to concentrating to improve our economic policy. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ എക്കണോമിക് പോളിസീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം ആദ്യം എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം ഹൗ ടു ചേഞ്ച് ദാറ്റ് വീക്ക്നെസ്, നമ്മുടെ വീക്ക്നെസ് എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാന്ന് പഠിപ്പിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? പുതിയ പുതിയ പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക രംഗം കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ, താങ്ക് യു.